ഹരിയാന തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി 20 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. സഖ്യസാധ്യത സംബന്ധിച്ച് കോൺഗ്രസുമായി ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് നീക്കം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളിൽ അന്തിമ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടത്. സഖ്യം സംബന്ധിച്ച് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ 90 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് ഹരിയാന ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ സുശീൽ ഗുപ്ത വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് ആദ്യഘട്ട പ്രഖ്യാപനം. ആം ആദ്മി സംസ്ഥാന ഉപാധ്യക്ഷൻ അനുരാഗ് ധണ്ട ഉൾപ്പെടെയുള്ളവർ ആദ്യ പട്ടികയിലുണ്ട്. വനിതാ നേതാവായ ഇന്ദു ശർമ്മ ഭിവാനിയിൽ നിന്നും മത്സരിക്കും. മെഹാമിൽ നിന്നും വികാസ് നെഹ്റയും റോഹ്താക്കിൽ നിന്ന് വിജേന്ദർ ഹൂഡയും ജനവിധി തേടും. ആം ആദ്മി പാർട്ടി 10 സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും 5 മുതൽ 7 വരെ സീറ്റുകൾ നൽകാമെന്നായിരുന്നു കോൺഗ്രസ് തീരുമാനം. ഇതോടെയാണ് സഖ്യ ചർച്ചകൾ വഴിമുട്ടിയത്. നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി സഖ്യം വേണമെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അതേസമയം കോൺഗ്രസ് 9 സീറ്റിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ 31 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയായിരുന്നു കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.